എല്ലാവർക്കും നമസ്കാരം. കരിക്ക് പുഡിങ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. നല്ല രുചിയിൽ എങ്ങനെയാണ് ടെൻഡർ കോക്കനട്ട് പുഡിങ് അല്ലെങ്കിൽ കരിക്ക് പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കരിക്കിൻ്റെ കഴമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങാണ് ഇന്ന് ചെയ്യുന്നത്. കരിക്ക് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പുഡിങ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു മീഡിയം കഴമ്പുള്ള 3 കരിക്കിൻ്റെ കഴമ്പ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കരിക്ക് വെള്ളം തന്നെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ കട്ടകൾ അടിച്ചെടുത്തതിന് ശേഷം കണ്ടാൽ 1/2 കപ്പ് കരിക്ക് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി നല്ല മഷി പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രമോ ഒരു സോസ് പാനോ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം 1/4 കപ്പ് കരിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ പാക്കറ്റ് 10 ഗ്രാമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർന്നോട്ടെ. അതിന് ശേഷമാണ് നമ്മളിത് തിളപ്പിക്കാൻ വെക്കുന്നത്. 5 മുതൽ ഒരു 10 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടും. പുഡിംഗ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അടുത്ത ഒരു മിക്സ് എപ്പോഴും ഒരുമിച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ അല്ലാതെ പാലാദ്യം തിളപ്പിച്ചതിന് ശേഷവും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായാലും കുഴപ്പമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ അരച്ചെടുത്ത കരിക്കിൻ്റെ പൾപ്പ് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കരിക്കിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, കരിക്ക് വെള്ളത്തിനും മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മധുരം ആവശ്യമുണ്ടെന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താലും ഒരു പാകത്തിനായിരിക്കും മധുരം ഉണ്ടാവുക. കുറച്ചുകൂടി മധുരം വേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയും കണ്ടൻസ് മിൽക്കിൻ്റെ അളവൊക്കെ കൂട്ടാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യണം എന്നില്ല. ഒന്ന് ചൂടാവുമ്പോൾ ഇത് തനിയെ അങ്ങ് മിക്സായി വന്നോളും. ഈ 2 കാര്യങ്ങളും തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചൂടാക്കി എടുക്കേണ്ടത്. ഒരേ സമയമാണ് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കേണ്ടതും അതുപോലെ പാല് കരിക്കിൻ്റെ മിക്സ് ചൂടാക്കി എടുക്കേണ്ടതും. പാലിൻ്റെയും കരിക്കിൻ്റെയും മിക്സ് തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതുപോലെ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ ചൈന ഗ്രാസ് മെൽറ്റായി വരണം. അതുപോലെ പാലിൻ്റെയും കരിക്കിൻ്റെയും മിക്സ് നല്ലതുപോലെ ഒന്ന് ചൂടായും വരണം. ചൈന ഗ്രാസ് ഏറ്റവും ചെറിയ തീയിൽ കീപ്പ് ചെയ്താൽ മതി. അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. ഒരുപാട് വലിയ തീയിലിട്ടാൽ അത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കരിക്കിൻ്റെയും പാലിൻ്റെയും മിക്സ് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അതിലെ കട്ടകളെല്ലാം മിക്സായിട്ട് ഒന്ന് ചൂടായി വരും. ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു മിക്സ് അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ പാലൊക്കെ പിരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അന്ന് ചൂടായി വരുമ്പോഴേക്കും അതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നല്ല ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ, എന്നാൽ ചൂടുണ്ടാവണം, ഈ സമയത്ത് ചൂടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് ആയതുകൊണ്ട് കുറച്ചൊക്കെ മെൽറ്റാവാതെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് മുഴുവനായിട്ട് ഒഴിക്കരുത്. ഒരു അരിപ്പയിൽ ഇതുപോലെ അരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതും ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചൈന ഗ്രാസും ചൂടാവും തോറും സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതേപടി വെക്കരുത്. ഇത് ഏത് പുഡിംഗ് ട്രേയിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ, ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ ഇത് ചൂടാവും തോറും ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് സെറ്റ് ആവാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് പുഡിംഗ് ട്രേ ആണോ അതിലേക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു വയ്ക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് വെച്ച് ചൂടാറി തുടങ്ങുമ്പോൾ മാത്രമാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത്.
കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്താഷ്യൂ കുറച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട്സ്, ബദാം ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലുമൊക്കെ നട്ട്സ് അതിലിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് പൊടിച്ചിട്ടും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണത്. ഏറ്റവും എളുപ്പത്തിൽ ഏതെങ്കിലുമൊക്കെ നട്ട്സ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇടുന്നതാണ് നല്ലത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു പുഡിങ്ങാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ല തണുപ്പിച്ച് കഴിക്കാൻ ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല രുചി ഉണ്ടാവും. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും പാർട്ടികളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിന് മുന്നേ ഗ്ലാസ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയും കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്